മൈനാകപ്പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി വിഷുക്കണി കൊന്ന പോലും താലിപ്പൊൻ പൂവണിഞ്ഞു തൂമഞ്ഞും പൊന്മുത്തായി പൂവെല്ലാം പൊൻപണമായി മൈനാകപ്പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോയി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പാട്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, പക്ഷെ ഒരു കോമഡി സീനാണത്. ജയറാം തീരെ നിവൃത്തിയില്ലാണ്ട് ബാർബർ പണി പഠിക്കുന്ന ഒരു സീനാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ആ പാട്ട് ഹിറ്റായി എന്നുള്ളതാണ്. ഇപ്പൊ രവിയേട്ടനെ എടുത്ത് നോക്കുകയാണെങ്കിൽ രവിയേട്ടന്റെ ഹിറ്റായ ഗാനങ്ങളിൽ 99% അദ്ദേഹം യേശുദാസിനെ കൊണ്ടാണ് പാടിച്ചത്. അത് ഇതൊരു വല്ലാത്തൊരു ദുര്യോഗമാണ്. ഇവിടെ വരുന്ന പാട്ട് പുതുതായിട്ട് വന്നൊരു പാട്ട് എന്റെ ആദ്യകാലത്തെ ഒരു സോങ് ആണ്. ഞാൻ 100-ൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടിയത് ആ പാട്ട് 100% അക്സെപ്റ്റ് ചെയ്തിട്ടും എന്നെ അദ്ദേഹം വീണ്ടും വിളിച്ചൊരു നല്ല പാട്ട് തരാനുള്ള ഒരു ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും ഇവിടെയുള്ള പുതിയ പാട്ടുകാരൊക്കെ എന്തൊരു കഷ്ടപ്പാടായിരിക്കും അവർക്ക്. കാരണം അവരൊന്ന് വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയുന്ന എത്രമാത്രം പ്രയാസമായിരിക്കും. എന്തുമാത്രം ഇത് മലയാളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഒരു സിനിമ ഹിറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് ഹിറ്റ് ആവുകയാണെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടറിനോ ഒരു പാട്ടുകാരനോ തമിഴ്നാട്ടിലോ ഹിന്ദിയിലോ വീട്ടിലിരിക്കാൻ സമയം കാണില്ല. അവരെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടുപോയി ജോലി ചെയ്യും. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ, ഇവിടെ എത്ര പാട്ട് ഹിറ്റായാലും എത്ര പാട്ടുള്ള സംഗീതം ഹിറ്റായാലും ഒരു മ്യൂസിക് ഡയറക്ടറും ഒരു പാട്ടുകാരനും ഫോൺ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് എല്ലാവരും സാർ ഞാനിവിടെ ഉണ്ട്. ഈ പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. മലയാള സംഗീത രംഗത്ത്, പ്രത്യേക ഗാനരംഗത്ത് ജാസിം ഗിഫ്റ്റ് ഉണ്ടാക്കിയ ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു പുതിയൊരു ചലനം. അതിനെങ്ങനെയാണ്, അത് ശരിക്കും യാഥാസ്ഥികതയെ അദ്ദേഹം ചെറിയ രീതിയിൽ തകർത്തുകൊണ്ടാണ് കടന്നു വന്നത്. എങ്ങനെയാണ് നോക്കി കാണുന്നത്? കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഒന്നും അല്ലായിരുന്നു അത്. നമ്മുടെ ആൾക്കാരെ ജാസി എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരം. നമ്മുടെ പാട്ടുകാരും പാട്ടിന്റെ സ്റ്റൈലും എല്ലാം ഇത്രയും നാളും വളരെ ഒരു നോബിൾ ആയിട്ടുള്ളൊരു ആഠ്യത്വമുള്ളൊരു ട്രാക്കിൽ കൂടെ പോകുമായിരുന്നു. ഇപ്പൊ സാധാരണ ആൾക്കാരുടെ ശബ്ദം എന്ന് പറയുന്ന ഒരു സാധനം, അതായത് വലിയ പെർഫെക്ഷൻ ഇല്ലാതെ ആർക്കും പാടാവുന്ന, ടെക്നിക്കലായിട്ട് വലിയ എക്സലൻസ് ഒന്നും ഇല്ലാത്ത ഒരു പാട്ട് അല്ലെ ഒരു പാട്ടുകാരൻ, ആ ഒരു ഇമേജ് ജാസി പെട്ടെന്ന് ഉണ്ടാക്കി. അന്ന് മാത്രമല്ല അതിനെ സഹായിക്കാനായിട്ട് ആ സിനിമയും അത്തരത്തിലുള്ള ഒരു വിപ്ലവകരമായ സിനിമയായിരുന്നു. എല്ലാം വയലൻസിലൂടെ ഉത്തരം കണ്ടെത്തുന്ന ഒരു സിനിമയായിരുന്നു. വളരെയധികം വിശ്വാസികളും ജീവിതത്തിൽ അങ്ങേയറ്റത്തെ മൂല്യബോധമുള്ള ആളുകളൊക്കെയാണ് ഗാനരംഗത്തും സംഗീതരംഗത്തൊക്കെ ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി പുതിയ ആളുകൾക്കുള്ള പ്രോത്സാഹനം പലപ്പോഴും കിട്ടാത്തൊരവസ്ഥ നിങ്ങൾക്കെന്നായിട്ട് തോന്നുന്നു. ശരിയാണോ അതല്ലേ? ഇത് വളരെ നമ്മുടെ കേരള സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ ടോപ്പ് ഹെവിയാണ്. ശക്തര മുകളിൽ നിൽക്കുകയും തൊട്ട് താഴെ നിന്ന് മുകളിലേക്ക് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംസ്കാരമാണ് നമുക്കിവിടെ നിലവിലുള്ളത്. നമ്മളിപ്പോൾ സംഗീതം മാത്രമല്ല, നമ്മൾ രാഷ്ട്രീയം എടുത്തു നോക്കൂ, നമ്മൾ സാഹിത്യം നോക്കൂ, ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പ് ഹെവിനെസ് ഫീൽ ചെയ്യും. പക്ഷേ സാഹിത്യത്തിൽ ഉണ്ടായിരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് താഴെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ മുകളിൽ അത്രയും വിശാല മനസ്കതയും സ്നേഹമുള്ള ആൾക്കാരാണ്. അതായത് ഞാൻ കേട്ടിരിക്കുന്നതാണ്. ഇപ്പൊ MT കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് പരിപോഷിപ്പിച്ചെടുത്തത് NV കൃഷ്ണമാരെയാണ് ഞാൻ കേട്ടത്. MT അവിടെ പത്രാധിപരായിരുന്നപ്പോൾ പത്മരാജനെയും തൊട്ട് സക്കറിയ മുതലായ ആൾക്കാരെയും എൻകറേജ് ചെയ്തിരുന്നു. നിർഭാഗ്യവശാല ഞങ്ങളുടെ സംഗീത രംഗത്ത് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു സഹായവും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിരിക്കുന്നത് അപൂർവം ചില സംഗീത സംവിധായകരുടെയും ചില രചയിതാക്കളുടെയൊക്കെ സഹായം. അവർ ഇന്ന ആള് കൊള്ളാം എന്നിപ്പോ പറഞ്ഞ് ഞങ്ങളൊക്കെ പലരും പാടിയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾക്കിപ്പോ നമ്മളിപ്പോ വേറെ ഏത് സംസ്കാരത്തിലെടുത്താലും സംഗീതത്തിൽ ആർക്കും കുറെ ശിഷ്യന്മാര് കാണും. നമുക്കിവിടെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ശിഷ്യരൊന്നുമില്ല. ഇതാ എനിക്ക് ശേഷം പ്രളയം എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവരെല്ലാരും കാണുന്നത്.